പവിഴം മാജിക് അവൻ പവേർഡ് ബൈ ക്രസ്റ്റ് ആൻഡ് ക്രമിലേക്ക് സ്വാഗതം. നമ്മൾ മലയാളികൾക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. നമ്മൾ എത്ര പരിഷ്കാരികളായാലും അല്ലെങ്കിൽ എന്തെല്ലാം വ്യത്യസ്തമായ ഭക്ഷണങ്ങളെല്ലാം രുചിച്ചാലും ഇഷ്ടപ്പെട്ടാലും നമ്മുടെ നാടൻ വിഭവങ്ങളോടൊരു പ്രത്യേക സ്നേഹമാണ്. ഇപ്പോൾ നമ്മൾ പലതരം വിഭവങ്ങൾ പരീക്ഷിക്കുന്നു, കഴിക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ വേറൊരു നല്ല ഗുണവും കൂടിയുണ്ട്. മറ്റ് സ്ഥലങ്ങളിലെ നല്ല കാര്യങ്ങളെല്ലാം സ്വീകരിക്കുന്ന ഒരു രീതിയും മലയാളിക്കുണ്ട്. എങ്കിലും നമ്മൾ പഴയതൊന്നും മറന്നു പോകാറില്ല. അപ്പോൾ നമ്മുടെ റൂട്ട്സ് അല്ലെങ്കിൽ നമ്മളുടെ വേരുകൾ നമ്മൾ നഷ്ടപ്പെടുത്താറില്ല. എല്ലാം നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് വരുന്ന ഒരു രീതി, അല്ലെങ്കിൽ തിരിച്ച് നമ്മളുടെ വിഭവങ്ങളിലേക്ക് വരുന്ന രീതി, ഇത് നമ്മളുടെ ഒരു പ്രത്യേകത എന്ന് തന്നെ പറയാം, മലയാളിയുടെ സ്പെഷ്യാലിറ്റി. അപ്പോൾ ഇത്രയും ഒരു ആമുഖം പറഞ്ഞ എന്തിനാണെന്ന് വെച്ചാൽ നാടൻ വിഭവത്തിലേക്കുള്ള ഒരു തുടക്കമാണ്. ഈ നാടൻ വിഭവം എന്ന് പറയുമ്പോൾ ധാരാളം മത്സ്യം, പിന്നെന്താ ഇറച്ചി കൊണ്ടുള്ള വ്യത്യസ്തമായ വിഭവങ്ങൾ, ഇതൊക്കെ നമുക്കറിയാം. അപ്പം നമ്മൾ തന്നെ മാജിക് അവനിലൂടെ പല വിഭവങ്ങളും പരീക്ഷിച്ചിട്ടുണ്ട്. നമുക്ക് കല്ലുമേക്ക കൊണ്ട് ബിരിയാണി, പിന്നെന്താ കല്ലുമേക്ക തോരൻ, മസാല, ഇങ്ങനെയുള്ള വ്യത്യസ്തമായ വിഭവങ്ങൾ. കൂട്ടത്തിലൊരു നാടൻ വിഭവം കൂടി ആയാലും കല്ലുമേക്ക കൊണ്ട് തീയൽ മലയാളിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ട്രിവാൻഡ്രം സൈഡിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ തീയൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ കല്ലുമേക്ക കൊണ്ടൊരു വ്യത്യസ്തമായ ഒരു നാടൻ തീയലാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കല്ലുമേക്ക തീയൽ. കല്ലുമേക്ക അഥവാ ചിപ്പി 50 എണ്ണം, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, ഇഞ്ചി ഒരു വലിയ ചതുര കഷ്ണം ചെറുതായി അരിഞ്ഞത് ഏകദേശം 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി 3 വലിയ അല്ലി നീളത്തിലരിഞ്ഞത്, ചെറിയ ഉള്ളി 10 എണ്ണം നീളത്തിലരിഞ്ഞത്, തേങ്ങ ചിരകിയത് 1 കപ്പ്, പച്ചമുളക് 3 വലുത് ചെറുതായി അരിഞ്ഞത്, പുളി 1 നെല്ലിക്ക വലുപ്പത്തിൽ, തക്കാളി 2 വലുത് ഇടത്തരം ചതുര കഷ്ണങ്ങളായി മുറിച്ചത്, വെള്ളം 1/2 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്. ഇനി താളിക്കാൻ വേണ്ട ചേരുവകൾ: വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ, കടുക് 1 ടീസ്പൂൺ, വറ്റൽമുളക് 4 എണ്ണം, ചെറിയ ഉള്ളി 5 എണ്ണം നീളത്തിലരിഞ്ഞത്, കറിവേപ്പില ആവശ്യത്തിന്. ഇനി കല്ലുമേക്ക വഴറ്റാൻ വേണ്ട മസാല: മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. അപ്പോൾ നമ്മളുടെ കല്ലുമേക്ക തയ്യാറാക്കാൻ പോകണം. അതിന് അരപ്പ് വേണം, അതായത് ഒരു തേങ്ങയുടെ ഒരു കൂട്ട്. ഇത് കൂടാതെ കല്ലുമേക്ക ഒന്ന് വേവിച്ച് അതിൻ്റെ ഫ്ലഷ്, അതിൻ്റെ മാംസഭാഗം മാത്രം എടുത്തു മാറ്റണം. അപ്പോൾ തോടോടുകൂടി നമ്മൾ അതിനെ ഒന്ന് ആവിയിൽ വേവിക്കാൻ പോകണം. അതിൻ്റെ ഒരു സ്റ്റീം കയറുമ്പോൾ തന്നെ ഇത് വെന്തിങ്ങനെ എന്താ പറയുക, സ്പ്ലിറ്റായി ഇങ്ങനെ വരും, അതിങ്ങനെ തുറന്ന് വരും. അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് അതിനെ ഒന്ന് പാത്രം അടച്ചൊന്ന് ആവി കയറ്റാം. അപ്പോൾ ഇച്ചിരി വെള്ളമൊക്കെ അതിനോടൊപ്പം കഴുകുമ്പോൾ കിട്ടുമല്ലോ, അതൊക്കെ തന്നെ ധാരാളം മതിയാകും. അപ്പോൾ ഇതൊരു സൈഡിൽ മറ്റേ അടുപ്പിലേക്ക് നമുക്ക് മാറ്റാം. എന്നിട്ട് ഈ അടുപ്പിൽ തന്നെ നമുക്ക് തീയലിന് വേണ്ട തേങ്ങ കൂട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റാം. അപ്പോൾ ഇനി തീയലെന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല ചുവക്കെ വറുക്കണം എന്നാണ് പറയുന്നത്. തേങ്ങ നല്ല ഡാർക്ക് ബ്രൗൺ കളറായിട്ട് കരികരുപ്പായിട്ട് വറുക്കണം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നില്ല. ആദ്യം തേങ്ങ 1 കപ്പോളം തേങ്ങ ചിരകിയത്, അതിൻ്റെ കൂടെ ഒരു 10-12 കൊച്ചുള്ള കഷ്ണങ്ങളായി മുറിച്ചതും, 2-3 പച്ചമുളക്, കുറച്ച് വലിയ പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കുറച്ച് വ്യത്യാസം തോന്നില്ല, സാധാരണ തീയലിൽ അങ്ങനെയല്ലല്ലോ. പിന്നെ വെളുത്തുള്ളി ഒരു 3 വലിയ അല്ലി നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചത്. പിന്നെ വേണ്ടത് ഇഞ്ചി ഒരു വലിയ ചതുര കഷ്ണം ചെറിയ പീസസ് ആയിട്ട് മുറിച്ച. ഇത് നീളത്തിലരിയാം, അല്ലെങ്കിൽ സ്ലൈസ് ചെയ്ത് കനം കുറഞ്ഞ കഷ്ണങ്ങളാക്കാം, അല്ലെങ്കിൽ ചെറുതായി അരിയാം, എന്താണെങ്കിലും കുഴപ്പമില്ല. ഏതാണ്ട് 1 ടേബിൾ സ്പൂണോളം വരും. പിന്നെന്താ, കറിവേപ്പില ആദ്യമേ തന്നെ കുറച്ച്. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് ഒന്നും വറുക്കണം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടല്ല ചെയ്യുന്നത്. കാര്യം ഈ കാര്യങ്ങളുടെ എല്ലാം എന്താ പറയുക, ഈർപ്പം ഒന്ന് പോയിട്ട് തേങ്ങയൊക്കെ കുറച്ചൊന്ന് അതിൻ്റെ ഈർപ്പം വലിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു പകുതി സ്റ്റേജ് ആകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. ഒരുപാട് എണ്ണയുടെ ഉപയോഗം വരില്ല. ഇപ്പം തേങ്ങയുടെ ഈർപ്പം എല്ലാം വറ്റി, അത് കഴിഞ്ഞിട്ട് ചെറുതായി നിറം മാറാൻ തുടങ്ങും. ഇനി ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ 1 ടീസ്പൂണൊക്കെ മതിയാകും. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നമ്മൾ കൈ എടുക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി മൂപ്പിക്കണം. അപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ, നല്ല ഡാർക്ക് ബ്രൗൺ കളറായി കഴിയുമ്പോൾ തീ അല്പം കുറച്ചിട്ട് നമ്മളുടെ പൊടികളിട്ടിട്ട് തീ അങ്ങ് ഓഫ് ചെയ്യും. അത്രേ ഉള്ളൂ.
ഇപ്പോൾ തേങ്ങ നല്ല കരുകരിപ്പായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് മൂത്ത് കഴിഞ്ഞു. ഇപ്പുറത്തെ സൈഡിൽ ഞാൻ മറന്നിട്ടില്ല, നമ്മളുടെ കല്ലുമേക്കായ ഇങ്ങനെ അല്ലെങ്കിൽ ചിപ്പി ഇങ്ങനെ എല്ലാം പിളർന്നു കഴിഞ്ഞു ഏകദേശം. അപ്പോൾ അത് ഇടയ്ക്കൊന്ന് മാത്രം ഒന്ന് കുടഞ്ഞു കൊടുക്കണം. അതായത് ചെറുതായിട്ട് ഒന്ന് ഇളക്കിയിടുക. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ തുറന്ന് വരുന്ന കാഴ്ച കാണാൻ സാധിക്കും. ഇത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് കടക്കും. ഇതൊന്ന് തണുത്താലല്ലേ നമുക്ക് അരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് ചിപ്പി ഒന്ന് തണുക്കാനായിട്ട് സമയം കൊടുത്ത് അതിന് ഓരോന്നോരോന്നായിട്ട് നമ്മളൊന്ന് ഇളക്കിയെടുക്കും. ഇപ്പോൾ ഗോൾഡൻ ബ്രൗണിനെക്കാട്ടിലും കുറച്ചുകൂടെ അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞു. കുറച്ചുകൂടി ബ്രൗണായി ഡാർക്ക് ബ്രൗൺ കളറിലേക്ക് മാറി. ഇനി തീ ഒരല്പം കുറയ്ക്കാം. എന്നിട്ട് ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ചേർക്കാം. ഒരു അര ടീസ്പൂണോളം, 1/4 മുതൽ അര ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ട കാര്യം മുളക് പൊടി. ഇത് പിരിയൻ മുളകിൻ്റെ പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. പിന്നെ 1.5 ടീസ്പൂൺ വരെ ആകാം മല്ലിപ്പൊടി. 1 ടീസ്പൂൺ ആണെങ്കിൽ കുഴപ്പമില്ല. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും മുളക് പൊടി 1 ടേബിൾ സ്പൂൺ. ഞാൻ തീ ഓഫ് ചെയ്യാണ്. ഇനി ഇതിൻ്റെ ഈ ചൂട് കൊണ്ട് തന്നെ ഇപ്പോൾ തീ അല്പം കുറച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചേർത്തത്. അപ്പോൾ ഇതിങ്ങനെ ഒരു 2-3 മിനിറ്റ് കൂടി ഇങ്ങനെ ഇളക്കിയെടുക്കും. ഇനിയിപ്പോൾ ലാസ്റ്റ് തീ ഓഫ് ചെയ്ത് കഴിഞ്ഞല്ലോ. ഇനി ഒരു കാര്യം കൂടി വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ചേർക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി. ഇപ്പോൾ നമ്മൾ വ്യത്യസ്തമായ രീതിയിലാണ് ഈ തീയൽ തയ്യാറാക്കുന്നത്. ഇത് സാധാരണ വെജിറ്റബിൾ തീയലൊന്നും അല്ലല്ലോ. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി ഇതൊരു അല്പം തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഞാനിത് അരച്ചെടുക്കും. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കും. അപ്പോൾ കല്ലുമേക്കായ എല്ലാം തന്നെ എൻ്റെ തോടിൽ നിന്നും വിട്ടു വന്നു കഴിഞ്ഞു. തീ ഓഫ് ചെയ്യാം. എന്നിട്ട് അത് ഒരല്പം തണുക്കണം. അത് കഴിഞ്ഞിട്ട് അതിനെ തോടിൽ നിന്നും ഇളക്കി മാറ്റണം. അപ്പോൾ നമ്മുടെ കല്ലുമേക്കായ ഇങ്ങനെ തോടിൽ നിന്നും ഇങ്ങനെ ഇളകി നിൽക്കും. കണ്ടല്ലോ, പിളർന്ന്. അപ്പോൾ എളുപ്പമാണ്. ഇനി ഇതിനെ ഇങ്ങനെ ഇത് വലിയ ചൂടൊന്നുമില്ല, ഇപ്പോൾ തന്നെ ചെയ്യാം. രണ്ടായിട്ട് ഇളക്കിയിട്ട് നമ്മളിതിൻ്റെ ഈ തോട് വെച്ച് തന്നെ ഇവിടെ ഒരു ചെറിയൊരു പിടുത്തം, ആ ഭാഗം ഒന്ന് ഇളക്കി കൊടുക്കും. അപ്പോൾ ഇളക്കി തരും. അങ്ങനെ ഫാസ്റ്റായിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ഇളക്കുക എന്നുള്ളത്. എന്നിട്ട് ഇതിൻ്റെ അകത്തെ കാര്യം മാറ്റണം. ഇതിനകത്ത് ഇങ്ങനെ ഒരു ചകിരി പോലൊരു കാര്യമുണ്ട്. അതാണ് എടുത്ത് മാറ്റേണ്ടത്. അതോടൊപ്പം തന്നെ അതിൻ്റെ അകത്ത് ഒരു ബ്ലാക്ക് ആയിട്ടൊരു കാര്യമുണ്ട്. അതും കൂടി നമ്മൾ മാറ്റണം. അതിങ്ങനെ പ്രസ് ചെയ്ത് പുറത്തേക്ക് എടുക്കുക. രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഉള്ളിലെ ബ്ലാക്കും പിന്നെ ഒരു ചകിരി മാത്രം എന്നിട്ട് മാറ്റി വയ്ക്കുക. ഇങ്ങനെ എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വെള്ളത്തിലിട്ട് ഒലിച്ചൊലിച്ച് നന്നായിട്ട് അതിൻ്റെ അകത്ത് മണ്ണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മാറ്റണം. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത്. ഇനി നമ്മൾ അടുപ്പ് കത്തിച്ച് ചൂട് കെട്ടിയുള്ളൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് താളിക്കൽ പരിപാടിയാണ്. കുറച്ച് വെളിച്ചെണ്ണ, നല്ല ചൂടായി കഴിഞ്ഞാൽ കടുക് ഇട്ടൊന്ന് താളിക്കണം. 1 ടീസ്പൂൺ കടുകിടാം. കടുക് നല്ലതായിട്ട് പൊട്ടി കഴിഞ്ഞിട്ട് വറ്റൽ മുളക് 2, 3, 4, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. അതിനോടൊപ്പം നമ്മൾ താളിക്കാൻ വേണ്ടി കുറച്ച് ചെറിയ ഉള്ളി, ഒരു 5 ചെറിയ ഉള്ളിയും വെള്ളത്തിനരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇവിടെ നല്ലതായിട്ട് പൊട്ടൽ കഴിഞ്ഞു. ഇനി കറിവേപ്പിലയും കൂടി ഇട്ടാൽ മാത്രം മതി. ആവശ്യാനുസരണം കറിവേപ്പില. അപ്പോൾ കറിവേപ്പിലയെ നമ്മൾ തേങ്ങ വറുത്ത കൂട്ടത്തിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ് എന്ത് പറഞ്ഞാലും. ഇതിലേക്ക് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത്. ഇത് 5 ചെറിയ ഉള്ളി വെള്ളത്തിലരിഞ്ഞ്. ഇത് ഇച്ചിരി വലിയ ചെറിയ ഉള്ളിയായിരുന്നു, അതുകൊണ്ട് കൂടുതലുണ്ട് സ്വാദ്. അപ്പം ചെറിയ ഉള്ളിയുടെ നിറം ഒന്ന് ചെറുതായി മാറി തുടങ്ങട്ടെ. അത് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കല്ലുമേക്ക അഥവാ ചിപ്പി അതും കൂടി ചേർക്കും. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരല്പം കാര്യങ്ങൾ കൂടി ചേർക്കണം. അതും കൂടി ചേർത്തിട്ടാണ് നമ്മളൊന്ന് മൂപ്പിക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് കല്ലുമേക്ക വൃത്തിയാക്കി വെച്ച് അതിന് ഇച്ചിരി വെള്ളമൊക്കെ ഉണ്ട് അതിൻ്റെ ഇതിൽ. അതാണ് ഒരു ചെറിയ പൊട്ടൽ ഇരിക്കുന്നത്. ആ വെള്ളം ഉള്ളത് കൊണ്ട് ഒരു ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടലും ചീറ്റലും എല്ലാം ഉണ്ടാകും. എണ്ണയിലേക്കല്ലേ നമ്മൾ ഇച്ചിരി എണ്ണ ഉണ്ടല്ലോ ഇതിൽ. ഇനി ഇതിനോടൊപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ കല്ലുമേക്കായലൊരല്പം
ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ധാരാളമായിട്ട് നമ്മൾ ചേർത്തിട്ടുണ്ട് നമ്മുടെ അരപ്പിൽ. തേങ്ങയുടെ കൂടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിരുന്നു. എങ്കിലും ഒരു എക്സ്ട്രാ 1 ടീസ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടി. പ്ലസ് കല്ലുമ്മക്കായ്ക്കൊരു ഫ്രൈഡ് ലുക്ക് വരട്ടെ. നല്ല മണം. അപ്പം കല്ലുമ്മക്ക വറുത്ത പോലെയാണ് ഏകദേശം. അതിൻ്റെ ഒരു ഭംഗി കണ്ടോ? ഇപ്പോൾ കളർ മാറിയപ്പോൾ ആ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരല്പം ഉപ്പും കൂടി ചേർക്കാം. അരപ്പിൽ എന്തായാലും നമ്മൾ ഉപ്പിടും, എങ്കിലും കഷ്ണങ്ങളിലും കൂടെ ഒന്ന് ഉപ്പ് നേരത്തെ പിടിക്കട്ടെ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് സമയം കഴിഞ്ഞു. ഇപ്പോൾ കുറച്ച് ഒന്ന് മസാലയെല്ലാം നമ്മളുടെ കല്ലുമ്മക്കായി പിടിച്ചൊന്ന് മൂത്ത് തുടങ്ങി. നല്ല മണമാണിപ്പോൾ. അതിൽ 1 ടീസ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ എന്താ നമ്മൾ ചില ഉപ്പും. ഇനി ഇതിലേക്ക് 2 ടൊമാറ്റോ വലിയ ചതുര കഷ്ണങ്ങളായി മുറിച്ച് ചേർക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ട് ടൊമാറ്റോ ഒന്ന് വാടി തുടങ്ങുന്നവരെ മാത്രം. അപ്പോൾ ടൊമാറ്റോയും ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങി. ഇനി ഇതിപ്പോൾ വളരെ കളർഫുള്ളാണ്. ഇപ്പോൾ തന്നെ നല്ല കളർഫുള്ളാണ്. ഇനിയാണ് നമ്മൾ ബാക്കി കളറെല്ലാം വരാൻ പോണേ. ബാക്കി കളറെന്ന് പറയുമ്പോൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് നല്ല മഷി പോലെ അരച്ചിട്ടുണ്ട്. കുറച്ച് ചാറോട് കൂടി ഇതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും കൂടി ചേർക്കാം. 1-1.5 കപ്പ് വരെ ആകും. അത് ചാറ് എത്ര വേണം അതനുസരിച്ചിട്ടാണ്. നല്ലൊരു ഇറച്ചിക്കറി വയ്ക്കുന്നതിൻ്റെ മണമാണിപ്പം. പിന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ 1 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു. അങ്ങനെ 1.5 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഒരല്പം ഉപ്പും കൂടി വേണ്ടി വരും. ഒരല്പം ഉപ്പും കൂടി വേണം. ഉപ്പും കൂടി ചേർക്കാം. ഇത് നമുക്ക് പാത്രം ഒന്ന് അടച്ച് ഇത് വേവിക്കുക. ഇത് വെന്തതാണ്, എങ്കിലും ഈ അരപ്പിൻ്റെ കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് വേകട്ടെ. അപ്പോൾ നമുക്ക് പാത്രം ഒന്ന് അടച്ച് ഇതെല്ലാം ഒന്ന് പാകത്തിന് വേഗം വെയിറ്റ് ചെയ്യാം. അതുവരെ ഷാർട്ടാക്കി. ഇപ്പോൾ നമ്മുടെ കല്ലുമ്മക്ക ഒരു തീയലിൻ്റെ ഏകദേശം 1/4 ഭാഗം റെഡി എന്ന് തന്നെ പറയാം. കണ്ടില്ല, ഇപ്പോൾ ഞാൻ ആദ്യം നല്ല തിളയെല്ലാം വന്നു കഴിഞ്ഞിട്ട് തീ ഒരല്പം കുറച്ച് വെച്ചു. പാത്രം അടഞ്ഞ് കിടക്ക് വരുമ്പോൾ ഇപ്പോൾ എണ്ണ എല്ലാം ഇങ്ങനെ തെളിഞ്ഞ് വരുന്ന സീനാണ് ഇപ്പോൾ കാണുന്നത്. ഇളക്കി കൊടുക്കാം. നല്ല കുറുകിയ ചാറോടുകൂടി. ടൊമാറ്റോയുടെ പീസൊന്നും വെന്ത് ഉടഞ്ഞൊന്നും പോയിട്ടില്ല. അതേസമയം നന്നായിട്ട് കാണുകയും ചെയ്യാം. പക്ഷേ അതിൻ്റെ പുളിയെല്ലാം കുറച്ചൊക്കെ അതിൻ്റെ ചാറിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. എങ്കിലും നമ്മൾക്കൊരല്പം പുളി വേണം. അതിന് നമ്മൾ കുറച്ച് വാളം പുളി ഒരല്പം, ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ ഒരു 1/4 കപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കുതിർത്ത് പിഴിഞ്ഞതാണ്. അത് ഒരല്പം ഒഴിച്ചു കൊടുക്കാം. അത് പുളി ഓരോരുത്തരുടെ ആവശ്യാനുസരണമാണ് ചേർക്കേണ്ടത്. പുളി ഉപ്പെല്ലാം അതനുസരിച്ച്. എന്നിട്ട് വീണ്ടും ഒരു കുറച്ച് നേരം കൂടി, ഒരു 5 മിനിറ്റ് കൂടി പാത്രം അടച്ചൊന്ന് ഇതൊന്ന് തിളയ്ക്കാനായിട്ട് സമയം കൊടുക്കാം. അപ്പോൾ ഈ പുളിയൊക്കെ പുളിക്ക് കൊണ്ടൊരു ചെറിയ പച്ചച്ചുവയൊക്കെ അതൊന്ന് മാറട്ടെ. എന്നിട്ട് നന്നായിട്ട് ഈ അരപ്പിലൊക്കെ ഒന്ന് പുളി പിടിക്കട്ടെ. അത് കഴിഞ്ഞാൽ നമ്മൾ വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റും. അങ്ങനെ സ്വാദിഷ്ടമായ കല്ലുമ്മക്ക തീയൽ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു വിഭവമായിരിക്കും. പിന്നെ ഇത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ദോശയുടെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ ആപ്പത്തിൻ്റെ കൂടെയോ എന്തിനു പറയുന്നു, ബ്രെഡിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു മധുരമാണ്. ഇതൊരു പുഡിങ്ങാണ്. ഈ പുഡിങ് എന്ന് പറഞ്ഞാൽ ഒരു നാടൻ സ്വാദുള്ളൊരു പുഡിങ് എന്ന് പറയാം. ഇതൊരു കുറുക്ക് പുഡിങ് എന്ന് നമുക്ക് തന്നെ പേരിടാം. കാരണം ഇതിൻ്റെ ഒരു സ്വാദം എന്ന് പറഞ്ഞാൽ ഒരു കുറുക്കിൻ്റെ സ്വാദാണ്. കാരണം ഇത് കരിപ്പെട്ടിയും തേങ്ങാപ്പാലും ചേർത്തിട്ടാണ് നമ്മൾ പുഡിങ് തയ്യാറാക്കുന്നത്. വളരെ സിമ്പിൾ, ഏറ്റവും ലളിതമായ രീതിയിൽ ചെയ്യാൻ പറ്റിയ കാര്യം. ഒരുപാട് ചേരുവകളൊന്നുമില്ല. കുറുകിയ തേങ്ങാപ്പാൽ 1 കപ്പ്, കരിപ്പെട്ടി ചീകിയത് 1/4 കപ്പ്, വെള്ളം 1/2 കപ്പ്, ജലാറ്റിൻ 1/4 ടേബിൾ സ്പൂൺ, ജലാറ്റിൻ കുതിർക്കാൻ ആവശ്യമായ വെള്ളം
1/4 കപ്പ്. ഞാനിപ്പോൾ ഒരു ചെറിയ അളവിലാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ 1 കപ്പ് തേങ്ങാപ്പാൽ, അതിനോടൊപ്പം നമ്മളൊരു 3/4 കപ്പോളം ചീകിയ അല്ലെങ്കിൽ ചീകിയെടുത്ത കരിപ്പട്ടി. അപ്പോൾ കരിപ്പട്ടി ആദ്യം ഒന്ന് ഉരുക്കണം. ഒരു 3/4 കപ്പ് കരിപ്പട്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം, ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം എന്ന് പറയാം. 1/4 കപ്പ് മുതൽ 1/2 കപ്പിനകത്ത് വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് ഉരുക്കിയെടുക്കുന്നു. 1/2 കപ്പ് തികച്ച് വേണമെന്നില്ല. എന്നിട്ട് അടുപ്പ് കത്തിച്ച് കൊടുക്കാം. അപ്പോൾ കരിപ്പട്ടി ഉരുകുന്ന സമയം കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മളൊരു 3/4 ടേബിൾ സ്പൂൺ, ഏതാണ്ട് 1 ടേബിൾ സ്പൂണിൻ്റെ 3/4 ഭാഗം, വലിയ സ്പൂണിന് 3/4 ഭാഗം ജലാറ്റിനിലേക്ക് നല്ല തണുത്ത വെള്ളം, ഐസ് വാട്ടർ ഏകദേശം ഒരു 1/4 കപ്പ്, 1/4 മുതൽ 1/2 കപ്പ് വരെ ആകാം. ഇത് കുതിരാനായിട്ട് വയ്ക്കാം. കരിപ്പട്ടി നന്നായിട്ട് ഉരുക്കി കഴിഞ്ഞിട്ട് നമ്മളത് അരിപ്പയിലൂടെ അരിച്ച് അതിൻ്റെ എന്തെങ്കിലുമൊക്കെ അഴുക്കുണ്ടെങ്കിൽ അതെല്ലാം മാറ്റണം. സാധാരണ കരിപ്പട്ടി, ശർക്കര എന്നൊക്കെ ഉള്ള കാര്യങ്ങൾക്കെല്ലാം എന്തെങ്കിലുമൊക്കെ കാണും. ഇച്ചിരി പൊടിയും അഴുക്കും എല്ലാം ഉണ്ടാവും, എത്ര ശുദ്ധമായതാണ് എന്ന് പറഞ്ഞാലും. അപ്പം കരിപ്പട്ടി കുറുകിയ രീതിയിലേക്ക് തിളച്ച് കുറുകിയ ഒരു പാനീയമായി മാറിക്കഴിയും. തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. 2 കാര്യങ്ങൾ. ഇനി എന്താണ് ചെയ്യുന്നത്? അങ്ങനെ ഉരുക്കി അരിച്ചെടുത്ത് കരിപ്പട്ടി സിറപ്പ് ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇനി അതിലേക്ക് നല്ല കുറുകിയ തേങ്ങാപ്പാലാണ് നമ്മൾ ഒഴിക്കാൻ പോകുന്നത്. 1 കപ്പ് കുറുകിയ തേങ്ങാപ്പാൽ. കരിപ്പട്ടിയും തേങ്ങാപ്പാലും കൂടി ചേർത്ത് ഒരു ഭാഗത്തേക്ക് വയ്ക്കാം. ഇപ്പോൾ അതേ നോക്കൂ, നമ്മളുടെ ജലറ്റിൻ കുതിർന്ന് റെഡിയായിരിക്കുവാണ്. ഇനി ഇതിനെ ഒന്ന് ലൂസാക്കണം. എങ്ങനെ ലൂസാക്കും? ഒന്നുകിൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ, അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം, നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന ബോയിലിംഗ് വാട്ടർ, വെള്ളം ഇതിലേക്ക് ഒഴിച്ചാലും ഉരുകി കിട്ടും. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഒരല്പം തിളച്ച വെള്ളം ഒഴിച്ച് നമുക്കിനി ഇതിനെ ഒന്ന് അരിയിച്ചെടുക്കാം. കുതിർന്ന ജലറ്റിൻ്റെ മുകളിലേക്ക് കുറച്ച് ചൂടുവെള്ളം, നല്ല ബോയിലിംഗ് വാട്ടറാണ് വേണ്ടത്. എന്നിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നല്ല എളുപ്പത്തിൽ തന്നെ മെൽറ്റായി കിട്ടും. എത്ര പെട്ടെന്നാണ് മെൽറ്റ് ചെയ്യുന്നത് നോക്കിക്കോളൂ. ഫാസ്റ്റ്. നല്ലതായിട്ട് അലിയിച്ചെടുത്ത ജലറ്റിൻ നമ്മുടെ കരിപ്പട്ടിയും തേങ്ങാപ്പാലും ചേർന്ന മിശ്രിതത്തിലേക്ക് ചേർത്ത് ഇളക്കി യോജിപ്പിക്കും. അപ്പോൾ എളുപ്പത്തിനൊരു പുഡിങ് ഉണ്ടാക്കുന്നത് കണ്ടല്ലോ. ഈസിയാണ്, വളരെ ഈസിയാണ്, വളരെ എളുപ്പം. അങ്ങനെ ജലാറ്റിൻ മിശ്രിതവും ചേർത്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് 3/4 ടേബിൾ സ്പൂൺ ജലാറ്റിൻ, ഏതാണ്ട് 1/4 കപ്പ് വെള്ളത്തിൽ കുതിർത്തത്, അതിലേക്ക് നല്ല 1/4 കപ്പ് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിച്ച് ഇളക്കി അലിയിച്ചു. ഇത് നമ്മൾ നന്നായിട്ട് യോജിപ്പിച്ചു. ഇനി ഇതിൽ പ്രത്യേകിച്ച് എസൻസ് കാര്യങ്ങളൊന്നും വേണ്ട, കാരണം ഇതൊരു കരിപ്പട്ടിയുടെ ഫ്ലേവർ തന്നെയാണ് കിട്ടുന്നത്, തേങ്ങാപ്പാൽ കരിപ്പട്ടി. ഇനി ഇതൊരു പുഡിങ് പാത്രത്തിലേക്ക് ഒഴിച്ച് സെറ്റ് ചെയ്യാം. ആദ്യത്തെ ഒരു 15-20 മിനിറ്റ് സമയം നമ്മൾ ഫ്രീസറിൽ വെക്കുന്നു. അതായത് ഏകദേശം സെറ്റാകുന്ന വരെ ഒരു 20-25 മിനിറ്റ് ഫ്രീസറിൽ. അത് കഴിഞ്ഞ് സെറ്റായി കഴിഞ്ഞാൽ താഴത്തെ തട്ടിലേക്ക് മാറ്റാം. ഇപ്പോൾ ഏകദേശം അരമണിക്കൂർ സമയം കഴിഞ്ഞു. ഫ്രീസറിൽ ഇരുന്ന് തന്നെ അത് സെറ്റായി. പിന്നെ ഞാൻ പുറത്തേക്ക് എടുത്തു. ഇനി ഇത് താഴത്തെ തട്ടിൽ വെച്ചാൽ മതി. നന്നായിട്ട് ഉറച്ചു കഴിഞ്ഞു നമ്മളുടെ പൊടി. ഇത് ഇഷ്ടമുള്ള ആകൃതിയിൽ കട്ട് ചെയ്ത് വിളമ്പാവുന്നതാണ്. അപ്പോൾ എളുപ്പത്തിൽ തന്നെ നമ്മളൊരു കുറുക്ക് പുഡിങ് തയ്യാറാക്കിയല്ലോ. ഈ പുഡിങ്ങിന് ഒരു കുറുക്കിൻ്റെ സ്വാദായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചത് വളരെ നാടനായിട്ടുള്ള കല്ലുമേക്ക അല്ലെങ്കിൽ ചിപ്പി തീയലാണ്. തയ്യാറാക്കാൻ പറ്റിയൊരു കാര്യമാണ്. രണ്ടാമത് കാണിച്ചതാണെങ്കിൽ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു പുഡിങ്ങാണ്. ഇതൊരു നാടൻ സ്വാദുള്ളൊരു പുഡിങ്. അപ്പോൾ ആ നാടൻ സ്വാദിനെ നമ്മളൊരു വെസ്റ്റേൺ സ്വാദായിട്ടൊരു ജലറ്റിൻ്റെ സഹായത്തോടു കൂടി ഒരു പുഡിങ്ങാക്കി മാറ്റിയിരിക്കുകയാണ്. എന്തായാലും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.